വാർത്തകൾ തുടരുന്നു. വ്യക്തിപരമായും കുടുംബത്തിനെതിരെയും വരുന്ന ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ആരോപണങ്ങൾ കേൾക്കാനും അറിയാനും സ്വീകരിക്കാനും നിശ്ചയിക്കാനും എല്ലാം ജനത്തിന് അവകാശമുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ 4 പാട് നിന്നും ആക്രമിക്കപ്പെട്ടിട്ടും ജനം കൃത്യമായ മറുപടി നൽകി. ജനങ്ങളിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അതില്ലെങ്കിൽ മാത്രമേ ബേജാറാകേണ്ട കാര്യമുള്ളൂവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് റിയാസ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ചില കാര്യങ്ങളിൽ താങ്കൾ സെലക്റ്റീവ് ആവുന്നുണ്ട് ഈയിടെയായിട്ട്. കാരണം താങ്കളെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിക്കാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു. അത് വേണ്ട, ഞാൻ അക്കാര്യങ്ങൾ പറയില്ല എന്ന് താങ്കൾ ഒരു ദൃഢമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണെന്ന് തോന്നിപ്പോവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താങ്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ കുറിച്ചാണ്. ഒന്നും പറയുന്നില്ല. ഈ ലൈഫ് മിഷൻ കേസ് ആകട്ടെ, അതുപോലെ തന്നെ ഈ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളാകട്ടെ, അതിൽ താങ്കൾ മിണ്ടണ്ട എന്നുള്ള ഒരു വ്യക്തിപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഞാൻ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശക്തമായി കാര്യങ്ങൾ പറയണം. നല്ല ഭാഷയിൽ മറ്റുള്ളവരെ ഒരു തരത്തിലും വ്യക്തിപരമായി ആക്രമിക്കാതെ പറയണമെന്ന് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന. ചിലപ്പോൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു നിലയാവില്ല. നമ്മൾ ഘട്ടം ഘട്ടമായി വരുമ്പോൾ അനുഭവങ്ങളിൽ നമ്മൾ രാഷ്ട്രീയത്തെ കാണുകയാണല്ലോ. അങ്ങനെ കാണുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുമ്പോൾ ഗൗരവമായ രാഷ്ട്രീയ പ്രവർത്തനം, ആ നിലയിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നമുക്ക് പറയാനും നേരിടാനും മുന്നോട്ട് പോകാനും സാധിക്കണം. മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ട് അത് ജനത്തിന് ആരോപണങ്ങൾ കേൾക്കാൻ, അറിയാൻ, സ്വീകരിക്കാൻ, നിശ്ചയിക്കാൻ ഒക്കെ അവകാശമുണ്ട്. നമ്മളതിലൊന്നും ഭയപ്പെടേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഓരോരുത്തരെന്താണ്, ഓരോരുത്തരെങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ നിലയിൽ അന്ന് സ്ഥാനാർത്ഥിയാണ് 4 ഭാഗം ചുറ്റി അടിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനം ഇതിന് മറുപടി നൽകും. പൊതുവെ കേരളത്തിൽ അതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ പിന്നീട് വന്നു. അപ്പോൾ അല്ല, ഞാൻ ചോദിച്ചത് മിണ്ടേണ്ട. ഇങ്ങനെ വരുന്ന ആരോപണങ്ങൾ, ക്ലിഫ് ഹൗസിന് നേരെ വരുന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ വരുന്ന ആരോപണങ്ങളോട് വേണ്ട, എനിക്കതിൽ പങ്കാളിത്തമില്ല, അല്ലെങ്കിൽ ഞാനിത് മിണ്ടേണ്ട, ഞാൻ മിണ്ടിയാൽ ഇത് കൂടുതൽ വഷളാകും എന്നൊരു ദൃഢമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണോ താങ്കൾ? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ഇത് കാണാനുള്ള, മനസ്സിലാക്കാനുള്ള, തിരിച്ചറിയാനൊക്കെ ഉള്ള കഴിവ് അവരും ചിന്തിക്കുന്നുണ്ടാവില്ല. എന്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അവരെങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് ആരെങ്ങളോട് പറഞ്ഞു? എത്രയോ ആളുകൾ. അല്ല, താങ്കളെ VT ബൽറാം എന്ന മുൻ MLA ആക്ഷേപിച്ചത് ഒരു പരിധി വിട്ടുള്ള ആക്ഷേപമായിരുന്നു. അത്തരം ഒരു കാര്യത്തിൽ പോലും വേണ്ട, പറഞ്ഞോട്ടെ എന്ന് അത്തരം ഒരു വിശാല ഹൃദയനാണോ ശ്രീ മുഹമ്മദ് റിയാസ്? ജനങ്ങളിൽ വിശ്വാസമുണ്ട്. ജനങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ ആകെ ബേജാറാവുക. ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്.